കുട്ടികളുടെ ഡയറ്റ് വളരെ പ്രധാനമാണ്. കാരണം കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനും അവരുടെ പഠനത്തിനുമെല്ലാം അവർ കഴിക്കുന്ന ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ആഹാരം എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം. അതിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം. ഇതില്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് ഓർമ്മ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള വളർച്ചയിൽ തടസ്സമുണ്ടാവും, അവരുടെ പഠിക്കുന്ന കാര്യത്തിൽ മാർക്ക് കുറയാം, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചില ഫുഡ് കുട്ടികൾക്ക് ബാഡാണ്, അതായത് സ്ഥിരമായിട്ട് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള ഫുഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഒരു ഫുഡാണ് സ്ഥിരമായിട്ട് കുട്ടി കഴിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷുഗർ നിറഞ്ഞ ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഒത്തിരി കൃത്യമായിട്ടുള്ള കെമിക്കൽസ് ആഡിയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് പോലുള്ള സാധനങ്ങളാണ് സ്ഥിരമായി കഴിക്കുന്നതെങ്കിൽ അത് ആക്ച്വലി കുട്ടിയുടെ ആരോഗ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. വല്ലപ്പോഴും മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ 2 ആഴ്ച ഒരിക്കയോ ഒക്കെ കൊടുക്കുന്നത് കുഴപ്പമില്ല. എന്നും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ദിവസവും ഫ്രൂട്ട്സും വെജിറ്റബിളും ആ കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അത് നട്ട്സുകളാണുള്ളത്. എല്ലാ തരത്തിലുള്ള നട്ട്സിലും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണുള്ളത്. പിന്നെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊടുക്കുന്ന സമയത്തിനോടൊപ്പം തന്നെ പ്രോട്ടീൻ കൊടുക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിന് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് മുട്ടയിലുണ്ട്, മീനിലുണ്ട്, അതുപോലെ ഇറച്ചികളിലുണ്ട്. കറി വെച്ച് കൊടുക്കുക. അതിനോടൊപ്പം മുളപ്പിച്ച പയറ്, അതുപോലെ കടല പോലുള്ള സാധനങ്ങളെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനും മറക്കരുത്. ഇനി ഞാൻ ടോപ്പിക്കിലോട്ട് വരാം. 10 ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് പ്രോസസ്ഡ് മീറ്റാണ്. പ്രോസസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് ഡോഗ്, അതുപോലെ സോസേജ് പോലുള്ള മീറ്റുകൾ ഇപ്പോൾ കടയിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് നിറച്ച് സോഡിയമാണ്, അൺഹെൽത്തി ഫാറ്റാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭാവിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ പ്രതിരോധശക്തി തന്നെ കുറയുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഇത്തരത്തിലുള്ള മീറ്റ് കഴിക്കുന്നത്. രണ്ടാമതായിട്ട് ഷുഗർ നിറച്ചിട്ടുള്ള ഡ്രിങ്ക്സ്, പ്രത്യേകിച്ചും നമ്മൾ കഴിക്കുന്ന ഈ സോഡകൾ, ഫ്രൂട്ട് ജ്യൂസുകൾ, അതുപോലെ സ്പോർട്ട് ഡ്രിങ്ക്സിലെല്ലാം നിറച്ച് ഷുഗറാണ്. ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ MD കാലറിയാണ്. ഇവരുടെ ശരീരത്തിൽ പൊണ്ണത്തടി ഉണ്ടാവും, ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, വെയിറ്റ് വരാം, പല്ല് ഡീക്കേ ആവാം, ബ്രെയിൻ ഫോഗി ആവാം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവും. അടുത്തതായിട്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് എന്ന് പറയുമ്പോൾ ഷുഗർ ഫ്രീ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ മേപ്പിൾ സിറപ്പ് എന്നൊക്കെ പറഞ്ഞ് മധുരം കിട്ടാൻ വേണ്ടി പല സിറപ്പുകളും ആഡ് ചെയ്യും. ഇത് ശരിക്കും ഷുഗറിനെയും കാട്ടും ഡേഞ്ചറസ് ആണ്. കുട്ടികളുടെ മെറ്റബോളിസം തന്നെ തടയുന്നതും കുട്ടികളുടെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഷുഗർ. അതും മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നുള്ളത് ഫ്രൈഡ് ഫുഡാണ്. ഫ്രൈഡ് ഫുഡ് നമ്മൾ മാക്സിമം കുട്ടികൾക്ക് കുറയ്ക്കുക. കാരണം ഡീപ്പ് ഫ്രൈ ചെയ്ത് മാക്സിമം എണ്ണയിലിട്ട്, പ്രത്യേകിച്ചും കടകളിൽ നിന്നുള്ളത് അൺഹെൽത്തി ഓയിലാണ്. ഒരു ഓയിൽ തന്നെ വീണ്ടും 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 ചൂടാക്കി ഇതിൻ്റെ അകത്തുള്ളതെല്ലാം ട്രാൻസ്ഫാറ്റാണ്. കൊളസ്ട്രോളും ഹാർട്ട് ഡിസീസും കുട്ടികൾക്കുണ്ടാവും. മിക്ക കുട്ടികൾക്കും ഇപ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളുടെയും കാരണം ഈ ഫ്രൈഡ് ഫുഡ്സ് അമിതമായി കഴിക്കുന്നതുകൊണ്ടാണ്. പിന്നെ രാവിലെ തന്നെ നമ്മൾ കോൺഫ്ലേക്സ് പോലുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതോ, ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ, ചോക്ലേറ്റ് പോലുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം അതിൻ്റെ അകത്ത് ഹൈ ഷുഗറാണ്. ഈ ഷുഗർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയും പലതരത്തിലുള്ള പ്രോബ്ലംസും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. കാരണം കുട്ടികൾക്ക് ഇഷ്ടമാണ് ഈ മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾ അങ്ങനെ അഡിക്റ്റ് ആയി പോവുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ആണ്. അതായത് കൃത്യമായിട്ടുള്ള സ്നാക്കുകൾ, ചിപ്സിലുണ്ട്, ബിസ്ക്കറ്റ്, കുക്കീസ്, അതുപോലെ ക്രാക്കേഴ്സ്. ഇതുപോലെ തന്നെ മിക്ക ഈ പാക്കറ്റ് ഫുഡ്സിലും, ഈ പാക്കറ്റായിട്ട് ഇറങ്ങുന്ന എല്ലാ സാധനത്തിലും അൺഹെൽത്തി ഫാറ്റാണ്. അതുപോലെ സോഡിയം ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും കളറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി സ്നാക്സ് ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസോ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. അല്ലാതെ എല്ലാ ദിവസവും പാക്കറ്റിലുള്ള ആഹാരം കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം. കാരണം ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ പിസ്സ, ബർഗർ പോലുള്ള സാധനത്തിൽ ധാരാളം മോശമായിട്ടുള്ള ഫാറ്റും ഹൈ കൊളസ്ട്രോളുമാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ വീണ്ടും കുഴപ്പമില്ല. ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. കാരണം പല പാക്കറ്റ് ഫുഡ്സും എടുത്ത് നോക്കിയാൽ അതിനകത്തെല്ലാം കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സിവിയർ റിയാക്ഷൻ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരുന്ന ഒരു കുട്ടിക്ക് ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക. ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കുടിക്കാനൊന്നും കൊടുക്കരുത്. അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. 10ാമത്തെ കാര്യം എനർജി ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് അവോയ്ഡ് ചെയ്യണം. 18 വയസ്സ് വരെ അത് തൊടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ അകത്ത് ധാരാളം കഫെയിൻസ് ഉണ്ട്, പിന്നെ ഷുഗർ ഉണ്ട്, പിന്നെ അതുപോലെ സ്റ്റിമുലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കൊക്കക്കോളയിലൊക്കെ ഏകദേശം 12 ടീസ്പൂൺ ഷുഗറൊക്കെയാണുള്ളത്. അത്
ശരീരത്തിനും അതുപോലെ കുട്ടികളുടെ ഡെവലപ്പിനും വളരെയധികം മോശമാണ്. കുട്ടികളുടെ ഉറക്കത്തിനെ ബാധിക്കാം, കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കാം, കുട്ടികളുടെ വളർച്ചയെ തന്നെ അത് ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു 10 കാര്യം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ ഫുഡ്. ഈ പറഞ്ഞ എല്ലാ സാധനമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അമിതമായിട്ട് ഉപ്പും അതുപോലെ അമിതമായിട്ടുള്ള പഞ്ചസാരയുമുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ വരുന്ന കുട്ടികൾക്കെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കും, വളരെ ചെറുപ്പത്തിൽ തന്നെ കൊളസ്ട്രോള്, വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റീസ്, വന്ധ്യത, തൈറോയ്ഡ് പ്രോബ്ലം, ഹോർമോൺ പ്രോബ്ലം, ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ഇത്തരത്തിലുള്ള ഫുഡുകൾ സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു ടോപ്പിക്ക് അത്ര പ്രാധാന്യമാണ്. പല ആളുകളും ഇനി എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് സമാധാനത്തോടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ധാരാളം ഫുഡ് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഫുഡുകൾ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.